എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാള അല്ലെങ്കിൽ മത്തി ഉപയോഗിച്ചിട്ട് ഒരു വ്യത്യസ്ത ടേസ്റ്റ് കിട്ടുന്ന ഒരു കിടിലൻ വിഭവമാണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. വളരെ സിമ്പിളാണ്, അതീവ രുചികരവുമാണ്. അന്നേരം ചാള ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചാളയിൽ മാത്രമല്ല ഏത് മീനിലും ഈ ഒരു റെസിപ്പി നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അന്നേരം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കണ്ടു നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 കിലോയോളം വരുന്ന നല്ല പിടയ്ക്കണ നെയ്ച്ചാളയാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത്. ഈ ചാളയൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. സാധാരണ എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഇതിന് മുമ്പ് ഇട്ട ചാളക്കറിയുടെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ അനുസരിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. അതിൽ വന്ന കമൻറ്റുകളിൽ പ്രധാനപ്പെട്ടത് ചാള ക്ലീൻ ചെയ്യുന്ന വീഡിയോ, അതുപോലെ തന്നെ ചാളയുടെ തലയെടുത്തിട്ടില്ല, ചാള വരഞ്ഞിട്ടില്ല, അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. ചാള ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോയെക്കുറിച്ച് ഇതിന് മുമ്പുള്ള ചാള വെച്ചിട്ടുള്ള വിഭവങ്ങൾ ചെയ്യുന്ന സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിലൊരു കിടിലൻ റെസിപ്പിയും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി. നമ്മൾ ചാള ക്ലീൻ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് പറയണേ. ഞാൻ പീലർ ഉപയോഗിച്ചിട്ട് ചാള ക്ലീൻ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കത്രിക ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ കത്തി ഉപയോഗിച്ചിട്ടും ക്ലീൻ ചെയ്യാറുണ്ട്. ഒരുപാട് ചെമിന്തലുള്ള മീനെ സംബന്ധിച്ചോളം ഈ ഒരു പീലർ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലതായിട്ടത് പെട്ടെന്ന് നമുക്ക് ആ ഒരു മീനിൻ്റെ ചെമിന്തലൊക്കെ മാറുകയും ചെയ്യും, പെട്ടെന്ന് നമ്മുടെ പണി ഒതുങ്ങി കിട്ടുകയും ചെയ്യും. ഞാനിതിൽ കത്തിയൊന്നും ഉപയോഗിക്കുന്നില്ല. പീലർ ഉപയോഗിച്ചിട്ട് ആ ഒരു ചെമിന്തൽ മാറ്റിയതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഒരു വേസ്റ്റൊക്കെ എടുത്ത് മാറ്റുന്നത്. അന്നേരം കയ്യിലിപ്പം കത്രികയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കത്തിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പീലർ ഉപയോഗിച്ചിട്ട് മീൻ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പം കാണിച്ചത്. ഇനി നമ്മൾ കണ്ടോ മീൻ നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കഴുകി മാറ്റി വെക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്രിക ഉപയോഗിച്ച് മിക്ക ആൾക്കാരും മീൻ വെട്ടുന്ന കത്രിക ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എനിക്കും ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളതും കത്തിയെക്കാട്ടിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് വലിയ കൈയൊന്നും കട്ടാവത്തില്ല നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ കത്തി ഉപയോഗിക്കുന്ന സമയത്ത് കൈയൊക്കെ മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലെ പെട്ടെന്ന് നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് വലിയ മീനല്ലെങ്കിൽ ഇതെല്ലാം ചെറിയ മീനൊക്കെ ആണെങ്കിൽ ഈ ഒരു മീൻ വെട്ടുന്ന കത്രിക ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നുമെങ്കിലും പിന്നെ നല്ല സ്പീഡിൽ നമുക്ക് മീനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി എൻ്റെ ഉള്ളിലെ ആ ഒരു വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാം. വാലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ തലയുടെ ഭാഗത്ത് കുറച്ചും കൂടെ ഉണ്ട് കട്ട് ചെയ്യാനും വേണ്ടി, അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മീനിൻ്റെ ചെമിന്തലൊക്കെ മാറി നല്ല ക്ലീനായി പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് കാണിക്കാം. നല്ല നെയ്ച്ചാള ആയതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് വഴുതി പോയി കണ്ടോ, നല്ലപോലെ ക്ലീനായിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് മീൻ ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കത്തി ഉപയോഗിച്ചിട്ടാണ് മീൻ ക്ലീൻ ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ. നമ്മൾ കത്തിക്ക് ഒന്ന് മൂർച്ച കൂട്ടണം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കത്തിക്ക് മൂർച്ച കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൺചട്ടിയിൽ ഇടിച്ചിട്ട് ചെയ്യും. അതുപോലെ തന്നെ അരകല്ലയിൽ പിന്നെ കൊടുവാൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് മൂർച്ച കൂട്ടാറുള്ളത് അല്ലേ. അന്നേരം ഞാൻ ഈ ഒരു കത്തി ഉപയോഗിച്ച് മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളോറ ഉപയോഗിക്കാറുണ്ട്. കൈ മുറിയാൻ സാധ്യതയുണ്ട്. നല്ല മൂർച്ചയുള്ള കത്തിയാണ്. പിച്ചാത്തിക്ക് നല്ല മൂർച്ച ഉള്ളതുകൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. പിച്ചാത്തി വെച്ചിട്ട് മീൻ വെട്ടുന്നത് എനിക്ക് കുറച്ച് പാടാണ്. ആ ഒരു കത്രിക തന്നെയാണ് എനിക്ക് എപ്പോഴും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പിച്ചാത്തി വെച്ച് നമ്മൾ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് അറിയാതെ നമ്മുടെ കൈ മുറിയും. ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം. മൂന്ന് രീതിയിൽ ചാള ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഈ മീൻ ക്ലീൻ ചെയ്ത മീനെല്ലാം കൂടെ നമ്മൾ മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ഉപ്പിട്ടാണ് ആദ്യം ഒന്ന് കഴുകുന്നത്. കല്ലുപ്പിട്ടിട്ടാണ് ഒന്ന് നല്ലതുപോലെ ചട്ടിയിൽ ഈ മീനിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകുകയാണ് ചെയ്യുന്നത്. ഉരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നായിരുന്നു, അതിൻ്റെ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്.
ഒഴിക്കുമ്പം തന്നെ ആ ഒരു മീനിൽ നിന്നൊക്കെ നല്ലതുപോലെ അഴുക്കിറങ്ങും കണ്ടോ. ഇനി ഇതും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. അതായത് ചട്ടിയിലിട്ട് നല്ലതുപോലെ ആ മീനൊന്ന് ഉരയ്ക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ മാറത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ, വൈറ്റ് വിനീഗർ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മീനിൻ്റെ ആ ഒരു ഇളുമ്പ് മണമൊക്കെ അങ്ങ് മാറും, അല്ലെങ്കിൽ വീട് മൊത്തം ഈ ഒരു ചാളയുടെ മണമായിരിക്കും. അന്നേരം അത് ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഈ മീനിൻ്റെ ഒരു അഴുക്കിറങ്ങുന്നുണ്ടോ. ഇനി ഈ മീൻ നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കട്ടെ. അങ്ങനെ മീനെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മീൻ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പാകത്തിന് വേണ്ട കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. കല്ലുപ്പ് വെച്ചാൽ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒന്നാണ് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവത്തിന്. അന്നേരം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് നല്ല മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കുരുമുളക് പൊടി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഉപ്പേരിയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കാനും വേണ്ടി. അന്നേരം എത്ര സമയം എന്നൊന്നും പറയുന്നില്ല, ഞാൻ ഈ ഒരു ചേരുവകളൊക്കെ റെഡിയാക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും മാക്സിമം വെക്കാൻ ശ്രമിക്കുക. ചൂടായ പാത്രത്തിലേക്ക് ഇത്രത്തോളം വരുന്ന തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഒന്ന് വറുത്തെടുക്കണം, ഒരുപാട് വറുത്ത് പോകണം. തേങ്ങ ഇത്രയും വറന്ന് വന്നാൽ മതി കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഇടിയല്ലിലേക്ക് ഞാൻ ഇതാണ്ട് ഈ ഒരു കൈ ചുമന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ചതച്ചെടുക്കാം, ഒരുപാട് ചതഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അരിഞ്ഞിടുന്നതിലും ഒരുപാട് ടേസ്റ്റാണ് ഇങ്ങനെ ചതച്ചെടുക്കുന്നത്. ഞാനിതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരുപാട് ചതഞ്ഞു പോയിട്ടില്ല, കണ്ട് ഈ ഒരു പരുവത്തിന്. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത്രയും ഇഞ്ചി വേണമെന്ന് നിങ്ങൾ ചിന്തിക്കും, നാടൻ ഇഞ്ചി അല്ലാത്തത് കൊണ്ട് തന്നെ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പരുവത്തിന് വേണം തേങ്ങ നമ്മൾ വറുത്തെടുക്കാനും വേണ്ടി. നമ്മളെടുക്കുന്ന മീനനുസരിച്ച് വേണം ഇതിൻ്റെയൊക്കെ അളവ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പിടുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അരകല്ലുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. മിക്സിയിൽ നമ്മൾ ഈ ഒരു കൂട്ട് ചതച്ചാൽ പെട്ടെന്ന് അരഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ കൈയും വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എത്രത്തോളം നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് നമ്മളുണ്ടാക്കുന്ന ഈ ഒരു വിഭവത്തിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കും. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് ഇളക്കി മാറ്റി വെക്കാം. ഇത് ഞാനിവിടെ ഒരു മൺചട്ടി അടപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഉറഞ്ഞ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്. ഈ ഒരു എണ്ണ ഒന്ന് ഉരുകി വരട്ടെ. എണ്ണ ഉരുകി വന്നിട്ടുണ്ട്. ഈ ചട്ടി ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറിവേപ്പില ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നടുവേ കീറിയ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിന് പകരം കാന്താരിയോ ഉണ്ടമുളകോ ഒക്കെ ഇട്ട് കൊടുത്തതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ എനിക്കിപ്പോൾ കാന്താരി ഉണ്ടമുളകൊന്നും ഇവിടെ കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ടേസ്റ്റ് കൂട്ടാനും വേണ്ടി നമ്മുടെ വറ്റൽ മുളകുണ്ടല്ലോ, അത് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ നല്ല മുളക് പൊടിയും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചാള അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പിഴുപുളി വെള്ളത്തിലിട്ട് അതിൻ്റെ നീരാണ്. ഈ പിഴുപുളിക്ക് പകരം നിങ്ങൾക്ക് കുടംപുളിയോ തക്കാളിക്കോ നമ്മുടെ ഇരുമ്പുപുളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം, മാങ്ങയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പം എൻ്റെ കയ്യിൽ പിഴുപുളിയാണ് ഉള്ളത്, അതുപോലെ അത് പിഴിഞ്ഞ നീരാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, ഒരു 2 സ്പൂൺ നീര് മാത്രം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ കുരുമുളക്, എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതുപോലൊന്ന് നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഇങ്ങനെ ഒന്നിരിക്കട്ടെ. അതുപോലെ തന്നെ കറിവേപ്പില. ഇതുപോലൊരു അലൂമിനിയം ഫോയിൽ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് ഇതുപോലെ മൂടി വെക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് വാഴയിലയാണ് വെക്കണം എന്ന് ആഗ്രഹിച്ചത്, പക്ഷേ വാഴയില കിട്ടിയില്ല. അന്നേരം വാഴയിലയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് അപാര ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അന്നേരം ഇതുപോലെ ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് വെക്കുക. ഒട്ടും ആ ഒരു ആവി പുറത്ത് പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഒരു കവർ ചെയ്ത് വെക്കേണ്ടത്. ഇതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ചട്ടി ഇറക്കി വെക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിൽ വേണം നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനൊരു വലിയൊരു ചരുവം നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു തിരികെ ഞാൻ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൈ പൊള്ളാത്ത രീതിയിൽ വേണം ഇറക്കി വെക്കാൻ കേട്ടോ. ഇറക്കി വെച്ചിട്ട് തീ നല്ലതുപോലെ കുറച്ച് വെക്കുക. തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് ചെറു തീയിലിട്ട് ഈ ഒരു മീൻ നല്ലതുപോലെ വേവിച്ചെടുക്കണം. മീനിൻ്റെ ഒരു സത്തൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലും ആ ഒരു മസാലയിലൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലട്ടെ. അന്നേരം ഇതൊന്ന് മൂടി വെച്ചിട്ട് 20 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. പക്ഷേ നല്ല ചൂടായിട്ടിരിക്കുന്ന കാരണം നമുക്ക് ഈ ഒരു വിഭവം ഇതിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല, കൈ പൊള്ളും കേട്ടോ. മൺചട്ടിയും അതുപോലെ തന്നെ ഈ ഒരു പാത്രമെല്ലാം നല്ലപോലെ ചൂടായിരിക്കുകയാണ്. ഇത് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം എടുത്തിട്ട് കാണിക്കാം. ചൂടൊന്ന് ചെറുതായിട്ട് ആറിയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കാൻ പോവുകയാണ്. തുറക്കുമ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. തേങ്ങാപ്പാലും ആ ഒരു മണവും അതിൻ്റെ ഒരു ടേസ്റ്റ്, ആ ഒരു മണം വരുമ്പം തന്നെ അറിയാം എന്താകുമെന്നുള്ളത്. കാണുമ്പം തന്നെ കൊതി വരുന്നുണ്ടല്ലേ. അതായത് ചാള കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അന്നേരം ചാളയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്ന ഒരു കിടിലൻ വിഭവമാണിത്. ഒരുപാട് മസാലകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. മീനിൻ്റെ മസാലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങാപ്പാലും മീനിൻ്റെ ഒരു യഥാർത്ഥ സത്തൊക്കെ ചേർന്നിട്ട് ഒരു കിടിലൻ ടേസ്റ്റിൽ വരുന്ന ഒരു മസാല തന്നെയാണ് കേട്ടോ. അന്നേരം ആ ഒരു ചാള നല്ല നെയ്ച്ചാള ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാരണ ചുമന്ന മീൻകറിയൊക്കെ വെക്കുമ്പോൾ നല്ല കളർഫുള്ളായിരിക്കും, എന്നാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
കാണുമ്പം തന്നെ കൊതി വരുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കിടിലൻ വിഭവമാണ്. നിങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അന്നേരം ഇങ്ങനത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓളുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരുകയുള്ളൂ. ഇത് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അന്നേരം ഇനിയും നല്ല നല്ല കിടിലം വീഡിയോകളായിട്ട് നമുക്ക് കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.